യുവതയുടെ കരുത്തിൽ കേരളം പുതിയ ചരിത്രം കുറിക്കും. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ജനുവരി 20-ന് കേരളത്തിൽ സംരക്ഷണത്തിന്റെ പ്രതിരോധത്തിന്റെ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ കൈയോട് കൈകോർത്ത് യുവത അണിനിരക്കുമ്പോൾ ഈ നാടിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് നടത്തുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് 2014 അധികാരത്തിലെത്തിയപ്പോൾ മുതൽ കേരളത്തിനെ എല്ലാ രീതിയിലും തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന ഏക അക്കൗണ്ട് പൂട്ടിച്ചതോടെ ഇത് പ്രതികാരമായി. കേന്ദ്രത്തിന്റെ ഈ പ്രതികാരം ഇനിയും സഹിക്കേണ്ടതില്ലെന്ന് കേരളം ഒറ്റക്കെട്ടായി പറയുകയാണ്. റെയിൽവേ യാത്രാ ദുരിതം, കേന്ദ്രത്തിന്റെ നിയമന നിരോധനം, സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. റെയിൽവേ യാത്രാ ദുരിതം അനുദിനം വർദ്ധിക്കുകയാണ്. ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ ആഴ്ചകൾ മുൻപേ ബുക്ക് ചെയ്യണം. ദീർഘദൂര വണ്ടികളാണെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ. ആവശ്യത്തിന് ട്രെയിനുകളില്ല. ആധുനിക കാലത്ത് വേഗത്തിലെത്തുക വളരെ പ്രധാനമാണ്. നിലവിലുള്ള പാതയിൽ വേഗതയുള്ള ട്രെയിനുകൾ ഓടിക്കാൻ സാധിക്കുന്ന ഒന്നല്ലെന്ന് വ്യക്തമാണ്. അതിന് പരിഹാരമായാണ് സംസ്ഥാന സർക്കാർ മുൻപോട്ട് വെച്ച കെ-റെയിൽ. ലോകരാജ്യങ്ങൾ മണിക്കൂറിൽ 300-350 കിലോമീറ്ററിൽ വേഗതയിൽ ട്രെയിനുകൾ പായുമ്പോൾ നമ്മൾ ഇന്നും റെയിൽവേയുടെ ആരംഭകാലത്തുള്ള വേഗവുമായി പോകണമെന്ന് പറയുന്നത് യുവതലമുറയോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ഇതിന് ബദലായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച കെ-റെയിൽ പദ്ധതി തടയാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലോടുന്ന പ്രധാന ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിച്ചുരുക്കി തേർഡ് AC കോച്ചുകൾ സ്ഥാപിക്കാനും നീക്കം നടത്തുന്നു. യാത്രാ നിരക്ക് 3 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുന്ന നടപടി സാധാരണക്കാരായ യാത്രക്കാർക്ക് തിരിച്ചടിയാണ്. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും റെയിൽവേ വികസനത്തിലും അവഗണന തുടരുമ്പോഴും റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കേരളമാണ് മുൻപിൽ. 2023 ആദ്യ 4 മാസത്തെ കണക്ക് മാത്രമെടുത്താൽ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ 50 ട്രെയിനുകളിൽ 25 എണ്ണവും കേരളത്തിലൂടെ സർവീസ് നടത്തുന്നവയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒടുവിലാണ് കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ചത്. സാധാരണക്കാർ ആശ്രയിക്കുന്ന മറ്റു വണ്ടികൾ മണിക്കൂറുകളോളം പിടിച്ചിട്ടതിന് ശേഷമാണ് വന്ദേ ഭാരത് ഓടിക്കുന്നത്. ഇതിനൊക്കെ പുറമെ റെയിൽവേയിൽ നിയമനം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്ന 3.14 ലക്ഷം തസ്തികകളാണ്. രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവജനങ്ങളെയാണ് ഈ നടപടി ഏറ്റവും അധികം ബാധിക്കുന്നത്. സുരക്ഷാ വിഭാഗത്തിൽ പോലും മതിയായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും ഓവർ ടൈം വർക്കും എല്ലാം വൻ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു. റെയിൽവേ ബജറ്റ് പോലും അവസാനിപ്പിച്ച മോഡി സർക്കാർ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനത്തെ പടിപടിയായി തകർക്കുകയാണ്. പ്രതിവർഷം 2 കോടി യുവാക്കൾക്ക് ജോലി എന്ന വാഗ്ദാനവുമായാണ് 2014 മോദി അധികാരത്തിലെത്തിയത്. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 2014-15 മുതൽ 2021-22 വരെ 22.05 കോടി ഉദ്യോഗാർത്ഥികളാണ് വിവിധ തസ്തികകളിൽ അപേക്ഷ സമർപ്പിച്ചത്. ഇതിൽ 0.33% മാത്രമാണ് ഇതുവരെ നിയമന ഉത്തരവ് നൽകിയത്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി പുറത്തുവിട്ട കണക്കു പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ആകെ 8%-ലധികം വളർന്നു. കേട്ടുകേൾവിയില്ലാത്ത വഴികളിലൂടെ സംസ്ഥാനത്തിന്റെ ധനപരമായ എല്ലാ സ്വാതന്ത്ര്യത്തിനും കൂച്ചുവിലങ്ങിട്ട് ക്ഷേമ പദ്ധതികളെ ഒന്നടങ്കം തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് കാണിക്കുന്നത്. ക്ഷേമത്തിലും വികസനത്തിലും ആളോഹരി വരുമാനത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തെ അർഹമായ നികുതി വിഹിതം നിഷേധിച്ചും കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചും കേന്ദ്രം ദ്രോഹിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകകളിലും വായ്പാനുപാതത്തിലും 57,400 കോടി രൂപയുടെ കുറവാണ് ഒറ്റയടിക്കുണ്ടായത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള അക്കൗണ്ട് ജനറലിന്റെ കണക്കുപ്രകാരം കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 18% മാത്രമാണ് നികുതി വിഹിതമായും ഗ്രാന്റായും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ ഇരട്ടിയിലേറെയാണ് ലഭിച്ചത്. നികുതി വിഹിതത്തിലും ഗ്രാന്റിലും കേരളത്തോട് ശത്രുതാപരമായ വിവേചനമാണ് കേന്ദ്രം കാണിക്കുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. കിഫ്ബിയുടേത് പോലുള്ള വായ്പകൾ സംസ്ഥാന വായ്പകളായി കണക്കാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിബന്ധന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിന് മുൻകാല പ്രാബല്യം നൽകിയത് സ്വാഭാവിക നീതിയുടെ നിഷേധവും. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരളം പ്രതിരോധം തീർക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നാടിനു വേണ്ടി നാം ഒരുമിക്കേണ്ട നിർണായകമായ സന്ദർഭമാണിത്. 1987 ഇതിനു മുമ്പ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. ജീവൻ ത്യജിച്ചും സുരക്ഷ തീർക്കാൻ കരുത്തുള്ള യുവതയുള്ളപ്പോൾ ഈ നാട് തകരില്ല, തകർക്കാൻ നിങ്ങൾക്കാവില്ല.